മാം പഠിപ്പിച്ച ലാസ്റ്റ് ആയിട്ട് ഒ ബി ജി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബൗട്ടായി ക്വസ്റ്റ്യൻ മാം പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻ ഹെൽത്ത് സെന്റർ അതേപോലെ ഹൈപ്പർവസിന്റെ അവിടെ അത് ശരിക്കും മാം എന്നെ അന്ന് ക്ലാസ്സിൽ എനിക്ക് മാം പറഞ്ഞു എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ മാം പറഞ്ഞ കാര്യങ്ങൾ എന്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. മാം പറഞ്ഞിട്ടില്ലായിരുന്നു ലാബ് വാല്യൂസ് വെച്ച് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണോന്നുള്ളത്. ഞാൻ ആ കണ്ടീഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് മാമിന്റെ ആ ഒരു ഇത് വെച്ച് അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു അത് ശരിക്കും. അതെ AST എലിവേറ്റ് ആയിരിക്കും. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡിക്രീസ് ആകും. അപ്പൊ ഞാൻ നോക്കി ഇപ്പം മാം പറഞ്ഞ ആ കാര്യം എന്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് ക്ലിക്കായി അങ്ങനെ ഞാൻ അത് ചെയ്യുന്നത്. പിന്നെ മാമിന്റെ ആ എത്തിക്കൽ പ്രിൻസിപ്പളിന്റെ ക്ലാസ് അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ ഞാൻ 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഫാർമക്കോളജി ബിസ്മി മാം പഠിപ്പിച്ച ഭയങ്കര എഫക്റ്റീവ് ആ ക്ലാസ്. മിസ്സാക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഹെപ്പാരിനൊക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈഡ് എഫക്റ്റുകളാണ് കൂടുതൽ ചോദിക്കുന്നത്. എല്ലാ ഓപ്ഷനും ഒരേപോലെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല ആൻസർ. നമ്മൾ റിലാക്സ് ആയിട്ടിരുന്ന് പാനിക് ആവാതെ വായിച്ചു നോക്കി അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണെന്ന്. ആ ഒരു ടെക്നിക്ക് ഈ ഒരു എക്സാമ്പിൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു.